ഹലോ ഫ്രണ്ട്സ്, ഞങ്ങൾ ഇന്ന് എല്ലാവരും കൂടെ മാഞ്ചസ്റ്റർ വന്നിരിക്കുകയാണ്. ഇന്നൊരു സൺഡേ ആണ്, അതുകൊണ്ട് ഞങ്ങൾ ചുമ്മാ ഒരു ഔട്ടിങ്ങിന് വേണ്ടിയിട്ട് മാഞ്ചസ്റ്റർ വന്നതാണ്. അധികം ഇടങ്ങളിലൊന്നും ഞങ്ങൾ പോകുന്നില്ല, കാരണം ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു 40 മിനിറ്റേ ഉള്ളൂ ഞങ്ങളുടെ താമസിക്കുന്നിടത്തുനിന്ന് മാഞ്ചസ്റ്ററിലോട്ട്. പക്ഷേ ഇതുവരെ ഇങ്ങോട്ട് വരാൻ പറ്റിയിട്ടില്ല, ആകെ വരുന്നത് എയർപോർട്ടിലോട്ടാണ്. അപ്പോൾ ഇന്ന് ഞങ്ങളൊന്ന് ഇവിടുത്തെ ഒരു സിറ്റി ട്രാഫോർഡ് സെൻറ്റർ എന്ന് പറയുന്ന ഒരു മോളുണ്ട്, ഒരുപാട് ഔട്ട്ലെറ്റ്സ് ഒക്കെ ഉള്ളൊരു മോള്. ആ മോളൊന്ന് എക്സ്പ്ലോർ ചെയ്യാമെന്ന് ഓർത്തു. പിന്നെ ഇവിടെ അടുത്ത് കാണാൻ പറ്റുന്ന സ്ഥലങ്ങളൊക്കെ ഒന്ന് കണ്ടേക്കാമെന്ന് ഓർത്തു. അതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും ഉണ്ട്. നിങ്ങൾക്ക് എല്ലാവരെയും കാണാമെന്ന് വിചാരിക്കുന്നു. കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് ഞാൻ കാണിക്കാം കേട്ടോ. ഹായ് 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 ഹായ്. ഇവനെന്നെ അങ്ങോട്ട് നോക്കിയിരിക്കുന്നേ, ഇങ്ങോട്ട് നോക്കാം. അപ്പം ഇതാണ് ഇവിടുത്തെ മെയിൻ ഒരു ഗുണം എന്ന് പറയുന്നത്, ഫ്രീ പാർക്കിംഗ് ഉണ്ട്. അതാ ഞാൻ UK പോയിട്ട് എവിടെയും കണ്ടിട്ടില്ല അങ്ങനെ ഒരു സാധനം, പക്ഷേ ഇവിടെ അതുണ്ട്. അപ്പോൾ ഞങ്ങളകത്തോട്ട് കയറുകയാണ്. നമുക്ക് അകത്തെ വിശേഷങ്ങളൊക്കെ മാക്സിമം പറ്റുന്ന പോലെ വീഡിയോ എടുക്കുന്നതായിരിക്കും. ടാറ്റാ. ഇവിടെ ഫാമിലിയൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ ഒരുപാട് സംഭവങ്ങളുണ്ട് കേട്ടോ. നമ്മളൊരു ചെറിയ ഒരു പാർക്കിൽ വരുന്ന പോലെ ഒരു സെറ്റപ്പ് ഉണ്ട്. അത്യാവശ്യം എല്ലാം നല്ല ഔട്ട്ലെറ്റ്സും കാര്യങ്ങളും എല്ലാം ഉണ്ട് കണ്ടോ. കുട്ടികൾക്കാണെങ്കിലും കളിക്കാനുള്ള പരിപാടികളൊക്കെ ഏകദേശം നമ്മുടെ മാഞ്ചസ്റ്ററിനോട് ഒരു മണിക്കൂർ 2 മണിക്കൂർ അടുത്തൊക്കെ ഉള്ളവരാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വരാവുന്ന ഒരു അടിപൊളി പ്ലേസാണ്. പുറമേ നിന്ന് കണ്ടിട്ട് ഇനി അകത്ത് കണ്ടിട്ട് എങ്ങനെയാണെന്നുള്ളത് അകത്ത് നമുക്ക് നോക്കാം. സോ ഇന്ന് ഞായറാഴ്ചയും കൂടെ ആയതുകൊണ്ട് നല്ല റഷാണ്. നമ്മളെപ്പോൾ വീഡിയോ എടുക്കുമ്പോൾ പറയുന്നൊരു സ്ഥിരം ഡയലോഗാണ് ഇന്ന് നല്ല റഷാണ് എന്നുള്ളത്. കാരണം ഞങ്ങൾ എപ്പോഴും ശനി അല്ലെങ്കിൽ ഞായർ ദിവസങ്ങളിലായിരിക്കും വെളിയിൽ പോകാറുള്ളത്. അതുകൊണ്ട് തന്നെയാണ്. നല്ല രസമുണ്ട്. വാവ്, നല്ല കൊട്ടാരത്തിലോട്ട് കയറുന്ന പോലെ ഉണ്ട് അല്ലേ. ശരി, വാവ്, നല്ല അടിപൊളിയായിട്ടുണ്ട്. ഇവിടെ പനയൊക്കെ ഉണ്ടല്ലോ. ഇവിടെ ശരിക്കും പറഞ്ഞാൽ UK നമ്മുടെ നാട്ടിലെ പോലെ വലിയ മാളുകളൊന്നും എവിടെയും നമുക്ക് അങ്ങനെ കാണാനായിട്ട് പറ്റാറില്ല. കാരണം വളരെ റെയറാണ്. നമ്മുടെ നാട്ടിലെ ലുലു മോളൊക്കെ പോലെ ഒരു വലിയ ഒരു ഷോപ്പിംഗ് മോൾ എന്ന് പറയുന്ന രീതിയിലൊന്നും ഇവിടെ അങ്ങനെ കാണാറില്ല. പക്ഷേ ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ UK വന്നിട്ട് ഒരു മോളിൽ വരുന്നത്. നല്ല രസമുണ്ട് കേട്ടോ. ഒരുപാട് ഔട്ട്ലെറ്റ്സ് ഉണ്ട് ഇവിടെ. ഫുഡിനാണെങ്കിലും എനിക്കൊന്നും ഡ്രസ്സിനൊക്കെ ആണെന്നുണ്ടെങ്കിലും ഒരുപാട് ഔട്ട്ലെറ്റ്സ് ഉണ്ട്. രസമുണ്ട്. ഇന്ന് ഞാൻ ശരിക്കും ഒന്ന് കണ്ടിട്ട് നമ്മുടെ ഒരു UAE ടച്ച് ഒക്കെ ഉള്ള പോലെ എനിക്ക് തോന്നുന്നു. ഇത് ഭയങ്കര വലുതാട്ടോ. അതൊക്കെ നന്നായിട്ടുണ്ട്. ഇതിവിടുത്തെ വളരെ ഭംഗിയുള്ള ടൈപ്പ് ഒരു സാധനമാണ് കേട്ടോ. ഇതിവിടെ എല്ലാ മൂലയ്ക്കും നമുക്ക് കാണാൻ പറ്റും ഇതേപോലുള്ള സ്കൾപ്ചേഴ്സൊക്കെ. നല്ല രസമുണ്ട്. മാർബിളാണെന്ന് തോന്നുന്നു കേട്ടോ. ഇതിൻ്റെ പില്ലേഴ്സും സ്റ്റെയറിൻ്റെ ഒക്കെ സൈഡിൽ മാർബിൾ ഫിനിഷാണല്ലോ. അത് തന്നെയാണോ ഡൗട്ടാണ്. പക്ഷെ മാർബിൾ ഫിനിഷിലാണ് ഇതെല്ലാം ചെയ്തേക്കുന്നത്. നല്ല രസമുണ്ട്. ഈ പന എന്താണ്, എന്തൊക്കെയോ ആർട്ടിഫിഷ്യൽ സെറ്റപ്പൊക്കെ വെച്ചിട്ട് ചെയ്തെടുത്തേക്കുന്ന സംഭവങ്ങളാണ്. കോസ്റ്റ കോഫി ഉണ്ട്, നാൻഡോസ് ഉണ്ട്. നാൻഡോസ് എന്ന് പറയുന്നത് ഇവിടുത്തെ എനിക്ക് തോന്നുന്നു ഒരു യൂറോപ്യൻ കൺട്രീസിലെല്ലാം ഉള്ളൊരു സംഭവമാണ് നാൻഡോസ് എന്ന് പറയുന്നത്. കണ്ടോ, ഇവിടുത്തെ ഫുഡൊക്കെ നല്ല ഫുഡാണ്. പല വെറൈറ്റീസിലുള്ള ഫുഡൊക്കെ കിട്ടും. ഇതൊരു വലിയ ഫുഡ് കോർട്ടാണ് കേട്ടോ. ഇറ്റ്സ് എ ബിഗ് ഫുഡ് കോർട്ട്. ഓക്കെ, ഇവിടെ നമ്മുടെ നാട്ടിലെ പോലെ തന്നെ തിയേറ്റേഴ്സൊക്കെ ഉണ്ട്. ഇവിടുത്തെ മെയിൻ ഒരു സിനിമാസ് ആണ് ഓഡിയോൺ എന്ന് പറയുന്നത്. ഇറ്റ്സ് റിയലി ഗുഡ്. ഭയങ്കര കപ്പാസിറ്റി ഉള്ള തിയേറ്റേഴ്സ് ഉണ്ട്. ഇവിടെ 2 സൈഡിലും പല തരത്തിലുള്ള റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് ഉണ്ട്, അതേപോലെ പാകിസ്ഥാനി റെസ്റ്റോറൻറ്റ് ഉണ്ട്, അഫ്ഗാനി ഉണ്ട്, KFC ഉണ്ട്, മാക്ഡൊണാൾഡ്സ് ഉണ്ട്, ബർഗർ കിങ് ഉണ്ട്. അങ്ങനെ 2 സൈഡുകളിലുമായിട്ട് പല തരത്തിലുള്ള റെസ്റ്റോറൻറ്റുകളുണ്ട്. എല്ലാ റെസ്റ്റോറൻറ്റിലും ആളാണ്. നല്ല തിരക്കുണ്ട്.
അത് മേടിക്കാൻ നിൽക്കുന്ന ക്യൂ ആണ് നിങ്ങൾ കാണുന്നത് കേട്ടോ. പ്രോപ്പർ ക്യൂവിലൊക്കെ നിന്ന് സാധനങ്ങൾ മേടിച്ച് തൊട്ടപ്പുറത്തുള്ള ഫുഡ് കോർട്ടിൻ്റെ ഒരു വലിയൊരു സ്പേസിൽ കുറേ ചെയർസ് ഇട്ടിട്ടുണ്ട്, ഡൈനിങ് ടേബിളും ഇട്ടിട്ടുണ്ട്. അവിടെ പോയാണ് എല്ലാവരും കഴിക്കുന്നത്. പിന്നെ ഇതേ സ്വീറ്റ് ഷോപ്സ് ഉണ്ട്. ഇത് കൂടുതൽ ജെല്ലി ടൈപ്പാണ്. ഇവിടുത്തെ ആൾക്കാരുടെ ഒരു ഫേവറേറ്റ് ഐറ്റമാണ് ഈ ജെല്ലി ടൈപ്പ് ചോക്ലേറ്റ്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സ്വീറ്റ്സ് എന്ന് പറയുന്നത്. ഇവിടെ എല്ലാവരും മേടിക്കാറുണ്ട്. ഇത് എത്രത്തോളം ഹെൽത്തി ആണെന്നൊന്നും എനിക്കറിയില്ല, പക്ഷേ ഇവിടെ എല്ലാവരും മേടിക്കാറുണ്ട് ഇത്. ഇതിനകത്ത് ഒരാളെ കാണാതെ പോയാലും കിട്ടാൻ പാടാ കേട്ടോ. അമ്മയും സോനയും കൂടെ എങ്ങോട്ടോ പോയിട്ടുണ്ട്, അവരെ ഇതുവരെ കണ്ട് കിട്ടിയിട്ടില്ല. അമ്മയൊക്കെ പോയി കഴിഞ്ഞാൽ പെട്ടു. ആരോട് വഴി ചോദിക്കും, എങ്ങനെ വഴി ചോദിക്കും? ഇതൊക്കെ ഒരു ഗെയിംസ്, കുട്ടികൾക്കൊക്കെ പറ്റിയ ഗെയിംസിൻ്റെ സംഭവങ്ങളൊക്കെയാണ് തോന്നുന്നു കേട്ടോ. അത് തന്നെ. യെസ്, കണ്ടു കിട്ടി. ഓ, ഇവിടെ ബോളിംഗ് ബാർ പൂൾ. ഓക്കെ, കൊള്ളാം. കണ്ടോ, ഇഷ്ടം പോലെ ഗെയിംസ് ഉണ്ട്. പിള്ളേരെ കൊണ്ട് വന്നു കഴിഞ്ഞാൽ പൈസ പൊട്ടുന്ന വഴി അറിയില്ല. പിള്ളേരെ കൊണ്ട് വരണമെന്ന് തന്നെ ഇല്ല കേട്ടോ. എന്താ മോളെ, ഞാൻ നിങ്ങളെ തപ്പി നടക്കുമായിരുന്നു. കയറണമെന്നോ? കയറാം. അങ്ങനെ ഞങ്ങളും വണ്ടിയെ കയറിയിരിക്കുകയാണ്. ഇന്ന് നിങ്ങൾക്കിട്ട് കിട്ടും, നോക്കിക്കോ. അമ്മയും കുഞ്ഞും കൂടെ വെളിയിലുണ്ട് കേട്ടോ. ഓക്കേ, the best diamond. The best diamond. Oh! Wow! അറിഞ്ഞോ? എറി പൊളിയൊക്കെ പിന്നെ ഉള്ളതാട്ടെ. നാളെ എത്തും അത്. ഓക്കെ. മൂന്നാല് പോയിന്റ് കിട്ടി കേട്ടോ. 5 പോയിന്റ് കിട്ടി. 5. ഞാൻ കാണിച്ചു തരാം. അത് പോയി. ആഹാ, ഹലോ ഫ്രണ്ട്സ്, ഒരു സംഭവം സംഭവിച്ചു. കാരണം അവിടെ ഒരു ഫയർ എല്ലാം വന്നു. അതുകൊണ്ട് എല്ലാവരും ഇവർ എവാക്യുവേറ്റ് ചെയ്തു. ഞങ്ങളെല്ലാം വെളിയിൽ വെയിറ്റിംഗ് ആണ്. മാളിലുള്ള എല്ലാ ആൾക്കാരും വെളിയിൽ വന്നിട്ടുണ്ട്. കാരണം ഫയർ എല്ലാം വന്നു. ഞങ്ങളോട് എല്ലാവരോടും വെളിയിൽ ഇറങ്ങാനായിട്ട് പെട്ടെന്ന് ഇൻഫർമേഷൻ വന്നു. അതുകൊണ്ട് ഞങ്ങളെല്ലാം ഓടി വെളിയിൽ ഇറങ്ങിയിരിക്കുകയാണ്. ഇതൊക്കെ ഓരോ എമർജൻസി പോയിന്റുകളാണ്. ഞങ്ങളെല്ലാം അവിടെയാണ്. ഞങ്ങളൊന്ന് എൻജോയ് ചെയ്ത് വരുമായിരുന്നു. Fire assembly point is my name is Sweet. ഞങ്ങൾ ജസ്റ്റ് ഫുഡ് മേടിക്കാനായിട്ട് തുടങ്ങുമായിരുന്നു. അപ്പോഴായിരുന്നു അലാം വന്നത്. പിന്നെ ഞങ്ങൾ ആദ്യം ഓർത്തത് ഡ്രില്ലായിരിക്കും, അതായത് മോക്ക് ഡ്രില്ലായിരിക്കും എന്നാണ് ഓർത്തത്. പക്ഷേ ഡ്രില്ലിന് ഏതായാലും ഇങ്ങനെ സംഭവിക്കില്ല. അത് പെട്ടെന്ന് തന്നെ അനൗൺസ്മെൻറ്റ് വന്നു. എല്ലാവരും പെട്ടെന്ന് ഇറങ്ങണമെന്നുള്ളത് പെട്ടെന്ന് അനൗൺസ്മെൻറ്റ് വന്നു. അതുകൊണ്ട് ഞങ്ങളെല്ലാം വെളിയിലിറങ്ങി. ഞങ്ങൾ വെയിറ്റിംഗ് ആണ് ഇനി അകത്ത് കയറാൻ പറ്റുമോ എന്നറിയാൻ വേണ്ടിയിട്ട്. കാരണം മൊത്തം ഒന്നും കാണാൻ പറ്റിയില്ല. നല്ലൊരു സെറ്റപ്പ് ആയിരുന്നു അകത്ത്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് ഈ ഒരു സിറ്റുവേഷനിൽ വെളിയിൽ നിൽക്കാനേ പറ്റുള്ളൂ. അപ്പോൾ ഒരു ഇൻഫർമേഷന് വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്യുകയാണ്. നല്ല വിശപ്പുമുണ്ട്. ഞങ്ങൾ തിരിച്ച് മാളിൽ കയറി. സേഫാണെന്ന് അവർ പറഞ്ഞു. സേഫാണെന്ന് പറഞ്ഞ് ഞങ്ങൾ തിരിച്ച് കയറി. ഫുഡൊക്കെ കഴിഞ്ഞു. ഞങ്ങളൊരു തായ് ഫുഡ് ട്രൈ ചെയ്തു. പക്ഷെ ഫുഡിൻ്റെ ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. നല്ല വിശപ്പായിരുന്നുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ തിരിച്ച് കയറി. സേഫാണെന്ന് വിചാരിക്കുന്നു.
ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ മോളിൻ്റെ സെക്യൂരിറ്റി സ്റ്റാഫ് ഉണ്ട്. അവരോട് ചോദിച്ചപ്പോൾ അവർക്ക് എന്താ സംഭവിച്ചതെന്ന് കൃത്യമായിട്ട് അവർക്കൊരു ധാരണയില്ല. പക്ഷേ രണ്ടാമത് വന്നിട്ട് അവർ പറഞ്ഞു കയറിക്കോളൂ, കുഴപ്പമില്ല, സേഫാണ്. പിന്നെ ഇവിടെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ഷോപ്പിൽ ചെറിയൊരു ഫയറോ വല്ലതും വന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ഫയറിൻ്റെ ഒരു ചാൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവർ ഫുള്ളി വാക്കേറ്റ് ചെയ്യും. അപ്പോൾ അങ്ങനെ സംഭവിച്ചാണെന്ന് വിചാരിക്കുന്നു. വേറെ കൂടുതലായിട്ടുള്ള ഇൻഫർമേഷൻസ് ഒന്നും വന്നിട്ടില്ല. സോ ഞങ്ങൾ തിരിച്ച് അകത്ത് കയറി. ഇതിൻ്റെയൊക്കെ മേൾഭാഗം ഉണ്ടോ, ഒരു ഗാലക്സി ലുക്ക് ഉണ്ടോ. ഇത് നൈറ്റിൽ കുറേ കൂടെ അടിപൊളിയായിരിക്കും തോന്നുന്നു. ഭയങ്കര നല്ലൊരു രസമുള്ള ഒരു ആർക്കിടെക്ചറാണ് ഇത് കേട്ടോ. ഉണ്ട് 9 മണി വരെ ഉണ്ട്. ഞായറാഴ്ച ആയതുകൊണ്ട് 6 മണി വരെ. പല തരത്തിലുള്ള ഡിസൈനുകളാണ് കേട്ടോ ഇവിടെ. ഓരോ ഫ്ലോറും ഒരിടത്ത് ഈജിപ്ഷ്യൻ ടൈപ്പ് ആണെന്നുണ്ടെങ്കിൽ മറ്റിടത്ത് വേറൊരു ടൈപ്പിലായിരിക്കും. പക്ഷെ നല്ല രസമുണ്ട്. നല്ല വലിയ മോളാണ്, ഇതൊരു ഹ്യൂജ് മോളാണ്. അപ്പോൾ ഇതുവഴി തന്നെ നടക്കാൻ തന്നെ ഒരുപാടുണ്ട്. ഇതിപ്പോൾ ഞങ്ങളൊരു സെൻറ്ററിൽ നടന്ന് ഇങ്ങനെ കറങ്ങുന്നതേ ഉള്ളൂ. ഇതിനപ്പുറം ഒരുപാടുണ്ട്. സോ ഞങ്ങൾ പറ്റുന്ന സ്ഥലത്തൊക്കെ പോകാമെന്നോർത്തു. നല്ല അറേഞ്ച്മെൻറ്റ്സ് എല്ലാം നല്ല രസമായിട്ടുണ്ട്. ഫുഡ് കോർട്ടാണെങ്കിലും എല്ലാം നല്ല രസമുണ്ട്. ഓ ഓക്കെ. ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു. എന്താ ഇഷ്ടപ്പെട്ട? എല്ലാം നല്ല രസം. കണ്ടോ ഈ ഒരു ബാറിൻ്റെ ഒക്കെ ഒരു അറേഞ്ച്മെൻറ്റ്സ് ഉണ്ടോ, ഓപ്പൺ ബാർ പോലെ. നല്ല രസമുണ്ട്. റിയലി ഗുഡ്. രണ്ട് സൈഡുകളിലും ഒരുപാട് റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. പല വെറൈറ്റീസിലുള്ള ഫുഡ് റെസ്റ്റോറൻറ്റ്സ് എല്ലാം ഉണ്ട്. ഇംഗ്ലീഷ് ഫുഡ് വേണമെങ്കിൽ ഇംഗ്ലീഷ് ഫുഡ്, തായ് വേണമെങ്കിൽ തായ് ഉണ്ട്, ഇറ്റാലിയൻ വേണമെങ്കിൽ അങ്ങനെയുണ്ട്, മെക്സിക്കൻ വേണമെങ്കിൽ അങ്ങനെയുണ്ട്. കണ്ടോ, മെക്സിക്കൻ ഞാൻ ഇന്നാളെ ഒന്ന് കഴിച്ച് എൻ്റെ പൈസ പോയതാണ്. അതുകൊണ്ട് ഇനി മെക്സിക്കൻ ട്രൈ ചെയ്യണമെന്ന് യാതൊരു താല്പര്യമില്ല. അതിന് ഒതൻറ്റിക് ആണോ അല്ലയോ ഒന്നും അറിയില്ല. പക്ഷെ നല്ലൊരു മെക്സിക്കൻ റെസ്റ്റോറൻറ്റിൽ നിന്ന് കഴിച്ച് പൈസ പോയതാണ്. ഇനി അത് ട്രൈ ചെയ്യാനായിട്ട് മനസ്സനുവദിക്കുന്നില്ല. അതുകൊണ്ട് ഇനി നമുക്ക് വേറെയൊക്കെ ട്രൈ ചെയ്യാം. രണ്ടോ ഇത് റബാന എന്ന് പറയുന്ന കമ്പനിയുടെ വെർസാഷയുടെ ഒക്കെ പെർഫ്യൂംസ് ആണ് ഈ കാണുന്നത് കേട്ടോ. ഇത് ഭയങ്കര മോസ്റ്റ് ഫേമസ് ആയിട്ടുള്ളൊരു സംഭവം, ഒരു പെർഫ്യൂമാണിത്. ഓക്കെ, ഇവിടെയൊക്കെ അത്യാവശ്യം നല്ല ഓഫുണ്ട് കേട്ടോ. ഇത് ന്യൂ ലുക്ക് എന്ന് പറഞ്ഞൊരു ബ്രാൻഡിൻ്റെ ഷോപ്പാണ്. നല്ല ബ്രാൻഡാണ്. ഞാൻ ഇതിൻ്റെ ഐറ്റംസ് നേരത്തെ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് കുറച്ച് ചെറിയ ഓഫറിന് കിട്ടിയ ഐറ്റംസ് മേടിച്ചിട്ടുണ്ട്. ആഹാ, ഇതൊക്കെ ഇഷ്ടപ്പെട്ടതാണ്. ഇഷ്ടപ്പെട്ടോ? വീഡിയോ അതിങ്ങനെ കൊള്ളാം. അവിടെ വെച്ചിട്ട് പോരാ, അല്ലെങ്കിൽ അവർ കീ അടിക്കും. വാ, ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ തളർന്നിരിക്കുന്നതിൻ്റെ ചില രംഗങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആഹാ, ഇവിടെ ഇരിക്കാൻ വേറെ സ്പേസ് ഒന്നും ഇല്ലാഞ്ഞുകൊണ്ട് ഞങ്ങൾ തറയിലാണ് ഇരിക്കുന്നത്. ഇപ്പോഴത്തെ അനുചേച്ചി സ്കെച്ചേഴ്സ് വരെ കയറി പോയേക്കാണ്. ഷൂവിനൊരു ഓഫർ ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട്. ചില ഷൂവിന് ഓഫർ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു.
ഹലോ ഗായ്സ്, അങ്ങനെ ഞങ്ങൾക്ക് ഇന്നത്തെ ഒരു ഡേ ഫുൾ ഏകദേശം ഈ മോളിൽ തന്നെ പോയി. കാരണം അതുപോലെ കാണാനുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇതുവരെ ഒന്നും കണ്ടു തീർന്നിട്ടില്ല. ഞങ്ങൾ കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ചെയ്തതുകൊണ്ട് എല്ലാം ഷോപ്സിലൊന്നും കയറാൻ പറ്റിയില്ല. പക്ഷേ ഇതൊരു ഭയങ്കര ഹ്യൂജ് മോളാണ്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം ഒരൊറ്റ വരവിന് തന്നെ എല്ലാം നമുക്ക് ഇപ്പോൾ, അതായത് ഇപ്പോൾ നമ്മൾ ആദ്യമായിട്ട് വരുന്നതുകൊണ്ട് നമുക്ക് എന്താണെന്നൊന്നും അറിയില്ല. കാരണം പക്ഷേ ഒരു പർച്ചേസിനൊക്കെ വരികയാണ്, പ്രോപ്പറായിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഒറ്റ ഒരിടത്ത് വന്ന് ഫ്രീ കാർ പാർക്കിംഗ് ഉൾപ്പെടെ ഉണ്ട്. അതുകൊണ്ട് എല്ലാം വന്ന് പർച്ചേസ് ചെയ്ത് പോവാം. സോ ഇറ്റ് വാസ് എ വെരി ഗുഡ് ഡേ. ഓക്കെ, എല്ലാവരും നല്ലതായിരുന്നു. എല്ലാവരും ഹാപ്പിയാണെന്ന് വിചാരിക്കുന്നു. ഹാപ്പിയാണോ? എല്ലാവരും ഹാപ്പിയാണോ? സോ ഇതേ കുഞ്ഞി പിള്ളേർക്കൊക്കെ പറ്റുന്ന ഒരുപാട് സാധനങ്ങളുണ്ട്. നമ്മൾ ഇതിലൊന്നും കയറിയില്ല. കാരണം അകത്ത് കയറിയിട്ട് തന്നെ സമയം തികഞ്ഞില്ല. സോ അതുകൊണ്ട് നമുക്ക് ഈ കാര്യങ്ങളൊന്നും കയറാൻ പറ്റിയില്ല. ഇനിയിപ്പോൾ ഞങ്ങൾ ഇറങ്ങുകയാണ്. പിന്നെ മാഞ്ചസ്റ്റർ വന്ന സ്ഥിതിക്ക് ഇവിടെ ഭയങ്കര ഒരു ഫുഡ് സ്പോട്ടാണ്. കാരണം ഇന്ത്യൻ ഫുഡ് അല്ലെങ്കിൽ ഏഷ്യൻ ഫുഡൊക്കെ ഏറ്റവും സൂപ്പറായിട്ട് കിട്ടുന്ന മാഞ്ചസ്റ്റർ ആണെന്ന് കേട്ടിട്ടുണ്ട്. അപ്പം ഇവിടുത്തെ ഒരു അഫ്ഗാനി ക്വിസിൻ ട്രൈ ചെയ്യണമെന്നുണ്ട്. അപ്പോൾ ഇനി അങ്ങോട്ടും കൂടെ പോവുകയാണ്. സോ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു സോ മച്ച്.